നമസ്കാരം. അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് കാലത്തിന് ശേഷമാണ് ഡ്രീം ഫുൾഫില്ലിംഗ് വിദ്യയുടെ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. മെഡിറ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ ഒട്ടനേകം മാനദണ്ഡങ്ങളെയും മാർഗങ്ങളെയും ആശ്രയിച്ച് നാം ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ ആദ്യത്തെ 7 സ്റ്റെപ്പുകൾ പറയുകയുണ്ടായി. ഓരോ സ്റ്റെപ്പുകളായി നമ്മുടെ മുൻ വീഡിയോകൾ കേട്ട് അത് മനസ്സിൽ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് ആ സ്റ്റെപ്പുകളുടെ പാഠങ്ങൾ പഠിച്ച് ശരിക്ക് അത് മനസ്സിലായി കഴിഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ മുൻ വീഡിയോകൾ ഒന്നൊന്നായി നിങ്ങൾ വീണ്ടും കാണുമ്പോൾ ഈ സ്റ്റെപ്പുകൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ക്രമമായ വഴി അതിൽ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് ഡ്രീം ഫുൾഫില്ലിങ്ങിന് വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡ് പവർ എങ്ങനെ വളരെ ഡീപ്പായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഏറ്റവും പ്രായോഗികമായ, ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള, അതേസമയം സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. ആ സ്റ്റെപ്പുകൾ നിങ്ങൾ എത്രത്തോളം ഗ്രഹിക്കുന്നു, മനസ്സിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ സക്സസ് ഉള്ളത്. അങ്ങനെ നിങ്ങൾ മുൻകാല വീഡിയോകൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് കാണുകയും സബ് കോൺഷ്യസ് മൈൻഡ് പവർ യൂസ് ചെയ്ത് ലോ ഓഫ് ഓട്ടോ സജഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, ഈ മാർഗങ്ങൾ ഓരോന്നിലൂടെയും മുൻപോട്ട് നീങ്ങി ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്താൻ സാധിക്കുന്ന മാർഗമാണ് പറയുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻ, ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് പവറിലൂടെ ഡ്രീം ഫുൾഫില്ലിംഗ് മെത്തേഡുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നിങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, വിദ്യാഭ്യാസം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഉപരി വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു മുതിർന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗം ഫോളോ ചെയ്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഡിസയേർഡ് എഫക്റ്റ്, ആഗ്രഹിക്കുന്ന റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. മനഃശാസ്ത്രപരമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ ഇത് ഉപയോഗിക്കാം, പ്രാക്ടിക്കലി ഉള്ള ലെസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതും, വിദ്യാഭ്യാസ രംഗം പിന്നീട് തൊഴിൽ
അഥവാ നിങ്ങളുടെ ജോബ് ഫീൽഡ്, നിങ്ങളുടെ ബിസിനസ് ഫീൽഡ്, ഫിനാൻഷ്യൽ ഫീൽഡ്, ഫാമിലി മാറ്റേഴ്സ്, റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്, ഇങ്ങനെ ലൈഫിലെ എല്ലാ മാറ്റേഴ്സ്, ഹെൽത്ത്, എല്ലാ രംഗത്തും ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് പവർ അഥവാ ഈ മെഡിറ്റേറ്റീവ് പവർ എങ്ങനെ ഉപയോഗിച്ച് നല്ല വിജയം നേടാം എന്നുള്ളതിൻ്റെ തികച്ചും പ്രായോഗികമായ ലെസൺസ് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ ഇടുന്നതാണ്. നിങ്ങൾ ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.